ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു ചാലകത്തിൻ്റെ നീളം കൂടുമ്പം പ്രതിരോധത്തിന് എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാലകം എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ചാലകങ്ങൾ എന്ന് പറയാം. താപത്തെയും വൈദ്യുതിയെയും കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. അപ്പോൾ ഒരു ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ മാറ്റമുണ്ടാകുന്നില്ല, കുറയുന്നു, കൂടുകയും കുറയുകയും ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ ചാലകത്തിൻ്റെ നീളമാണ് കൂടുന്നത്. പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് ചാലകം ആ കറണ്ടിന് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതായത് ഒരു ചാലകത്തിലൂടെ കറണ്ട് ഒഴുകുമ്പം ആ കറണ്ടിനെ എന്താക്കി മാറ്റുക? താപമാക്കി മാറ്റുക. കറണ്ട് ഹീറ്റായി മാറുന്നത് പ്രതിരോധം മൂലമാണ്. എല്ലാ ചാലകങ്ങൾക്കും പ്രതിരോധമുണ്ട്. എല്ലാ ചാലകങ്ങൾക്കും എന്തുണ്ട്? പ്രതിരോധമുണ്ട്. അപ്പോൾ ഒരു ചാലകത്തിലൂടെ കറണ്ട് ഒഴുകുമ്പം ആ ചാലകം അതിനെന്ത് ചെയ്യും? പ്രതിരോധിക്കും. അതായത് ആ ചാലകത്തിന് പ്രതിരോധം ഉണ്ടാവും. അപ്പോൾ പ്രതിരോധത്തിന് കാരണം ആ ചാലകത്തിൽ കാണപ്പെടുന്ന അയോണുകളാണ്. അപ്പോൾ ഒരു ചാലകത്തിലൂടെ കറണ്ട് ഒഴുകുമ്പം അതിന് പ്രതിരോധം ഉണ്ടാകുമ്പം ആ പ്രതിരോധം എന്തിനെയെല്ലാം സ്വാധീനിക്കും? അപ്പോൾ ഒന്നാമത്താണ് ചാലകത്തിൻ്റെ നീളം. നമ്മൾ ഏത് ചാലകത്തിലൂടെയാണോ കറണ്ട് ഒഴുകുന്നത് ആ ചാലകത്തിൻ്റെ നീളം. അപ്പോൾ ചാലകത്തിൻ്റെ നീളം വർദ്ധിക്കുമ്പം പ്രതിരോധം കൂടും. ചാലകത്തിൻ്റെ നീളം വർദ്ധിക്കുമ്പോൾ പ്രതിരോധം കൂടും. ഇപ്പോൾ ഇരുമ്പ് കമ്പി, അല്ലെ ചെമ്പ് കമ്പി, അലൂമിനിയം കമ്പി, സിൽവർ, ഏത് കമ്പിയാണെങ്കിലും ചാലകത്തിൻ്റെ നീളം വർദ്ധിക്കുന്ന സമയത്ത് പ്രതിരോധം കൂടും. കാരണം ചാലകത്തിൻ്റെ നീളം വർദ്ധിക്കുമ്പം ഇലക്ട്രോണുകൾക്ക് ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടാകില്ല. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചാലകത്തിൻ്റെ നീളം വർദ്ധിക്കുമ്പോൾ രണ്ട് കാര്യം നടക്കും. ഒന്ന്, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. നീളമാണ് വർദ്ധിക്കുന്നത്, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ ചാലകത്തിലുള്ള അയോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പോൾ പെട്ടെന്ന് ഇലക്ട്രോണുകൾക്ക് നീളം കൂടുതലായതുകൊണ്ട് ഒരുപാട് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് നീളം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം എന്ത് ചെയ്യും? കൂടി വരും. പ്രതിരോധം കൂടാൻ കാരണം നീളം കൂടിയതുകൊണ്ടാണ്. നീളം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾക്ക് മറുവശത്തേക്ക് അയോണുകളെ ഭേദിച്ച്, അതായത് അയോണുകളുടെ റെസിസ്റ്റൻസ് മുറിച്ച് കടക്കാൻ, അതായത് മറുവശത്തേക്ക് പോകാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചാലകത്തിൻ്റെ നീളം കൂടുന്ന സമയത്ത് പ്രതിരോധം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. എന്താണ് ചെയ്യുക? കൂടുന്നു. അപ്പോൾ ചാലകത്തിൻ്റെ നീളം കൂടുമ്പം പ്രതിരോധം കൂടുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് എന്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണ്? ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണ്. നീളം കൂടുമ്പോൾ പ്രതിരോധം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ആർ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു എൽ. ആർ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു എൽ. ചാലകത്തിൻ്റെ നീളം വർദ്ധിക്കുമ്പം പ്രതിരോധം വർദ്ധിക്കുന്നു. എന്നാൽ ചാലകത്തിൻ്റെ ഏരിയ കൂടുമ്പോഴോ? ചാലകത്തിൻ്റെ ഏരിയ കൂടുമ്പം പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/a. ഏരിയ കൂടുന്ന സമയത്ത് ചാലകത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ചാലകം തടിച്ചതാവുക. ചാലകത്തിൻ്റെ വണ്ണം കൂടുമ്പം ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഗമമായിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. വണ്ണമാണ് കൂടുന്നത്. ചാലകത്തിൻ്റെ തിക്നെസ് കൂടുന്ന സമയത്ത് പ്രതിരോധം എന്ത് ചെയ്യും? കുറയും. ഇത് ഇലക്ട്രോണുകൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ചാലകത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഏരിയ കൂടുമ്പം പ്രതിരോധം എന്ത് ചെയ്യുന്നു? ഏരിയ കൂടുമ്പം പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്താൽ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് എഴുതാം. ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ. അപ്പോൾ ആറ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷനിലും ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലുമാണ്. ഇനി ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞ ചിഹ്നം ഒഴിവാക്കാൻ നമ്മൾ സമട്ട് ഒരു കോൺസ്റ്റന്റ് ചേർക്കും. ആ കോൺസ്റ്റന്റ് ആണ് റോ. ആ കോൺസ്റ്റന്റ് ആണ് ഏത്? റോ. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ മീൻസ് റെസിസ്റ്റിവിറ്റി. റോ എന്താണ്? റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്. റോ കോൺസ്റ്റന്റ് ആണ്. റോ എന്താണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഉളവാക്കാനുള്ള, റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള ചാലകത്തിൻ്റെ കഴിവാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള ചാലകത്തിൻ്റെ കഴിവാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റീൻ്റെ ഇക്വേഷൻ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാം. റോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൻ അങ്ങോട്ട് എടുക്കാം. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. റോ ഈസ് ഈക്വൽ ടു
RA/L. റെസിസ്റ്റിവിറ്റി ഈ എ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് RL താഴെ പോവും. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു RA/L. ഈ റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം, പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഓക്കെ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പം നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്ററും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്ററുമാണ്. റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ. റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചാലകത, കണ്ടക്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് കണ്ടക്റ്റൻസ് വരുമ്പം ചാലകതേൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മോ എന്ന് എഴുതാം. ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ. മറ്റൊരു യൂണിറ്റ് ഉണ്ട് സീമെൻസ്. മറ്റൊരു യൂണിറ്റ് എന്താണ്? സീമെൻസ്. മറ്റൊരു യൂണിറ്റ് സീമെൻസ് എസ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റീൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് കണ്ടക്ടിവിറ്റി. അതിൻ്റെ യൂണിറ്റ് ഇത് റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആയതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് സീമൻ ആയതുകൊണ്ട് സീമെൻസ് പെർ മീറ്റർ എന്നും എഴുതാം. ഓം ഇൻവേഴ്സ് സീമൻ ആയതുകൊണ്ട് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഏതാണ്? സീമെൻസ് പെർ മീറ്റർ. ഓക്കെ, അപ്പം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം, പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം, കണ്ടക്റ്റൻസ് ചാലകതയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ, നമ്മൾ സീമെൻസ് എന്ന് പറയും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമെൻസ് പെർ മീറ്റർ എന്നും നമുക്ക് എഴുതാം. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഒരു ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം എന്ത് ചെയ്യുന്നു? പ്രതിരോധം നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു. വണ്ണം കൂടുമ്പോൾ പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയുന്നു. നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു, വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.